അതെ, ഒരു സെക്കൻഡ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പോൾ സെർബിയയിലാണ്, സെർബിയയുടെ ബെൽഗ്രേഡിലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെർബിയയുടെ രാത്രികാല കാഴ്ചകളാണ്. ഇത് വീക്കെൻഡാണ്. വീക്കെൻഡ് തന്നെ ഇവിടെ നല്ല റഷായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് സെർബിയയിലത്തെ ഒരു മോണ്യുമെൻറ്റിൻ്റെ ഒരു സ്മാരകത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെയാണ് മെയിൻ സ്ട്രീറ്റ്. നമ്മളെ ലണ്ടനിലൊക്കെ പറയുന്നത് ഇവരുടെ മെയിൻ സ്ട്രീറ്റാണ് ഇവിടെ. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ നമുക്ക് നടക്കാം. കാരണം ഈ സ്ട്രീറ്റിലേക്കൂടി നമ്മൾ നടക്കുമ്പോൾ കാണുന്ന ആൾക്കാരിൽ 1000-ൽ 2 പേര് മാത്രമേ മാസ്ക് ഇടുന്നുണ്ടാവും. മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്, ഈ രണ്ടും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നടന്നു നോക്കാം. ഇതൊരു സൈക്കിളാണ്, വലിയ സൈക്കിളാണ്. അതുകൊണ്ട് കേറിക്കോ ജസ്മോൻ, കേറിക്കോ. നല്ല ബോസാണല്ലോ. ഇറങ്ങിക്കോ, ഫൈൻ വരുന്നതിനും ഇറങ്ങിക്കോട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ റോഡിലേക്കൂടെ പോകട്ടെ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഏരിയ ആണ് ഇത് മെയിനായിട്ട്. നമുക്ക് ജസ്റ്റ് നടന്നു നോക്കാം ഇതിലേക്കൂടെ എന്തൊക്കെയുള്ളതെന്നില്ല. ഈ ലൊക്കേഷൻ കണ്ടോ നിങ്ങൾ? ഇവിടെ കണ്ടോ, ഇത് പാട്ടുണ്ട് ഇവിടെ. ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് പാട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റാണ്. മെയിൻ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുന്നത്. ഫുള്ള് തിരക്കാണ്, നിറച്ചും ആൾക്കാരാണ്. എന്നാൽ ഒരു കുഴപ്പമില്ല. ഒരു മാസ്ക് വേണ്ട, ഒരു മണ്ണാകട്ടും വേണ്ട. ഇവിടെ നമുക്ക് എല്ലാ ഷോറൂമുകളുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ഫുഡിൻ്റെ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു പെയിൻറ്റിങ്സ് ആണോ, ഡിസൈൻസ് ഇവർ വരയ്ക്കുന്നതിനാണ്. 80 യൂറോ ഒരു പെയിൻറ്റിങ്ങിൻ്റെ റേറ്റ്. അവരെന്നെ വരയ്ക്കുന്നുണ്ടോ. പോസ്റ്റ് കാർഡ്സ് ആണ്. പോസ്റ്റ് കാർഡ്സിൽ ഇവിടുത്തെ 100 ദിനാറാണ്. 100 ദിനാറാണ് പോസ്റ്റ് കാർഡ്. അത് വളരെ ചീപ്പാട്ടോ. നമ്മളെന്താ ചെയ്യാൻ അറിയോ, ഇതുപോലെ പോസ്റ്റ് കാർഡ്സ് ഇവിടുന്ന് വാങ്ങിയിട്ട് ഇതെന്ത് ചെയ്യും, നാട്ടിലത്തെ ആരുടെയും അഡ്രസ്സിലേക്ക് അയച്ചെടുക്കും. ഇത് എത്തണമെങ്കിൽ ഏകദേശം 1 മാസം 2 മാസം എടുക്കും. പക്ഷേ എന്നാലും സെർബിയയുടെ ബെൽഗ്രേഡിൽ വന്ന് വാങ്ങുന്ന ഒരു പോസ്റ്റ് കാർഡ് നാട്ടിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര രസമാട്ടോ, ഭയങ്കര ത്രില്ലാണ്. ഈ പൈസ വരെ കുത്തിയെടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട്. സൂപ്പറല്ല. കുറച്ച് ഇത് ഹാൻഡ് മെയ്ഡ് ഗ്ലാസ്സിലാണ് പണിതത്. കൈപ്പണി കേട്ടോ, കൈപ്പണി. ഒരു കൈനെ കൊണ്ട് വരച്ചത് നമ്മൾ. അമേസിങ് അല്ലേ. ഓക്കെ, ഇവരുണ്ടോ വയലിൻ വായിക്കുന്നുണ്ട് ഇവിടുന്ന്. സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ആണ്, സ്ത്രീകളാണ്. ഇവർ മാസ്ക് ഇട്ടിട്ടില്ല. മാസ്കിന് ഒരു കണ്ണു മാത്രം ഇവർ വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് നമുക്ക് മ്യൂസീഷ്യൻസ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. ശരിക്കും നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു. പിന്നെ ഇവിടെ ആൾക്കാരുടെ എല്ലാവരുടെ കയ്യിലും ഒരു ഡോഗ് ഉണ്ടാവും. എല്ലാവരുടെ കയ്യിലും ഒരു ഡോഗ് ഉണ്ടാവും. 100-ൽ ഏകദേശം 70% ആൾക്കാർ ഡോഗിനും കൂടെ നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് പട്ടിയും പിള്ളേരും ഈക്വലി ഇഷ്ടമാണ്. ചില യൂറോപ്യൻ കൺട്രീസിൽ പിള്ളേരെ ഇഷ്ടമല്ല, അവർക്ക് ആനിമൽസ് മാത്രമാണ്. സെർബിയയിൽ പട്ടിയും പിള്ളേരും ഈക്വലി. ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരും 1 പട്ടിയും കാണും. എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ സീസൺ മാത്രമല്ല വാളിനുണ്ടത്. കപ്പുകളൊക്കെ സെയിൽ ചെയ്യുന്നല്ലേ. ഡിസൈൻ അല്ല, ഇത് സെർബിയൻ്റെ ഒരു ഫ്ലാഗിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട് ഇവിടെ. ഇങ്ങനെയുണ്ട്
ഫ്ലൈ എമിറേറ്റ്സ് ഉണ്ട്. ഫ്ലൈ എമിറേറ്റ്സ് ഇല്ലാത്ത സ്ഥലം മാസ്ക് ഇതൊക്കെ നല്ല സൂപ്പർ സ്പെഷ്യൽ മാസ്ക് കേട്ടോ. പക്ഷെ വാങ്ങാൻ ആളില്ല എന്നല്ലോ, മാസ്ക് കച്ചവടം കൂടി ഇല്ല അങ്ങനെ. ഇതാ ഇവിടെ ഒരുപാട് സുവനീർസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കീ ചെയിൻസ് അത് ഇതൊക്കെ നമുക്ക് വാങ്ങാം. ഉത്സവപ്പറമ്പ് പോലെ കേട്ടോ. ഉത്സവപ്പറമ്പിന് പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും. ഓക്കെ, ആരാത് ഒന്നും പറഞ്ഞിട്ട് കയ്യും ചോദിച്ചു. ചിലപ്പോൾ ഇവിടെ വില പട്ടാള നേതാവായിട്ട് നമ്മുടെ ടെസ്റ്റിൽ ഇതാ നിക്കോളാസ് ടെസ്റ്റിൽ കേട്ടോ, നിക്കോളാ ടെസ്റ്റിൽ. പിന്നെ നിങ്ങൾ ഇത്ര സമയം കേട്ടുകൊണ്ടിരുന്ന സ്ത്രീ ശബ്ദത്തിന്റെ ഉടമയാണിത്. നമുക്ക് സെർബിയയിൽ കിട്ടിയ ഏക മലയാളിയാണ് മല്ലു. മലയാളി ഇൻ സെർബിയ. പിന്നെ പേര് പറഞ്ഞൊന്നു. എൻ്റെ പേര് സിമി. സെർബിയയിലായിട്ട് 2.5 years ആയി. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ സെർബിയയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും സെർബിയയിൽ ഏതെങ്കിലും മലയാളി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കിട്ടിയൊരു മലയാളിയാണ്. അത് മാത്രമല്ല, നമുക്ക് ചോറും കറി വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞില്ല, എന്തായാലും വെച്ച് തരേണ്ടി വരും. ബ്രെഡ് വയറൊക്കെ ഉണങ്ങി. പിന്നെ ഒരു പാഷനേറ്റ് ഷെഫാണ്, ട്രിവാൻഡ്രത്തിലെ ബേസ്. ദേ ഷെഫ് കണ്ടിട്ടുള്ള ആൾക്കാർ എന്നെ കണ്ടു കാണും. മഴവിൽ മനോരമയിലെ ദേ ഷെഫ് കണ്ടസ്റ്റന്റ് ആണ്. അയ്യോ അല്ല, സെലിബ്രിറ്റി ഒന്നും അല്ല. ബട്ട് ദേ ഷെഫ്, രുചി വിസ്മയം, ദേ രുചി, ഇതൊക്കെ മഴവിൽ ഒന്നുണ്ട്. ഒരു കാര്യം എന്താ അറിയോ, പഠിച്ചോനെ അങ്ങനെ ഇറക്കി വിട്ടത്. കാരണം ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ഇന്നലെ കൂടെ ബ്രെഡ് മടുക്കും. പഠിച്ചോണ്ട് ഡയറക്റ്റ് ഇറക്കി തന്ന ഒരു മുത്താണ്. ഇൻഫർമേഷനേക്കാളും നമുക്ക് നല്ല ഏതായാലും ഫുഡ് ആട്ടോ. ഓക്കെ, പോവാന്നല്ലേ. ഓക്കെ, ഈ സ്ട്രീറ്റിന്റെ പേരെന്ന് പറഞ്ഞേ? ഇതിന്റെ പേര് കേട്ടല്ലോ, ആ സാധനം കേട്ടോ. എൻ്റെ വായിൽ വരില്ല, ഞാൻ എത്ര പല്ല് വെച്ച് നാക്ക് പിടിച്ചാൽ അത് വരില്ല. ഓക്കെ, ഭാഷ റഷ്യൻ്റെ കൂട്ടാണ്. അപ്പോൾ ഇച്ചിരി പ്രയാസമാണ് നമുക്ക് പഠിക്കാനും മനസ്സിലാകാനും. എനിക്ക് ഇതുവരെ ഫുഡിൻ്റെ പേരുകളൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. 2.5 വർഷമായെങ്കിലും ഹലോ, ഹൗ ആർ യു, ബോൺ അപ്പറ്റീറ്റ് ഇതൊക്കെ പറയാൻ അറിയാം. പക്ഷേ ഇച്ചിരി പ്രയാസമാണ്. ഇച്ചിരി റഷ്യൻ പോലെയാണ്, കുറച്ച് സ്ട്രോങ് ആണ്. ഇതിൻ്റെ ബാർ സ്ട്രീറ്റ് എന്ന് പറയാ, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസ് ആണ്. ഇവിടെ ചെറിയ വീക്കെൻഡ് ആയതുകൊണ്ട് ഇത്ര തിരക്ക് വരുന്നത്. നല്ല അടിപൊളി സോഷ്യൽ ഡിസ്റ്റൻസ്. എന്താ രസം. 2019 ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട് ശരിക്കും. അങ്ങനെ ആകാം നല്ലത്. ഞാനിത് കട്ടിയാണ്ട് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാം, എനിക്കത് കാണാൻ വേണ്ടിയാണ്, നമ്മൾ നടന്നിട്ട് പോകുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന മ്യൂസിക്സ് ഒക്കെ നിങ്ങൾ കേട്ടോ. ഇത് മ്യൂസിക്സ് ഒന്നും സിസ്റ്റത്തിലിടുന്നതല്ല, ഓരോ ആൾക്കാർ പാടുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കണ്ടോ, അതിനുള്ളിലൊക്കെ ആൾക്കാർ പാടുന്നുണ്ടോ. ഫുള്ള് തിരക്കാണ്. ഒരു കൊറോണ പേടിയുമാണ്, ഒരു മണ്ണാങ്കടിയുമാണോ. ഇവിടുത്തെ കൂടിയാലോ. ഓരോ റെസ്റ്റോറൻറ്റിലും പാട്ട് പാടുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരു മ്യൂസീഷ്യൻ ഉണ്ടാവും. ആ മ്യൂസീഷ്യന്റെ കഴിവ് പോലെയാണ് അവിടെ കസ്റ്റമർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഓരോ റെസ്റ്റോറൻറ്റിലും മൾട്ടിപ്പിൾ ആയിട്ട് 1-2 ആൾക്കാർ വെച്ചിട്ടുണ്ടാവും. നല്ല പരിപാടിയാണ്. പാട്ട് പാടുന്ന ആൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം വരണം. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പം തന്നെ കൊറോണയിൽ ഒരു പക്ഷേ കൊറോണ കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു മ്യൂസീഷ്യനൊക്കെ വൈകുന്നേരം വന്ന് ഈവനിങ്ങിൽ വന്ന് ഒരു പാട്ടോ അല്ലെങ്കിൽ അവരെന്ത് ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ച് പല രാജ്യങ്ങളിൽ പോയാലും പബ്ബിലും ബാറിലും കാണാൻ പറ്റും, റെസ്റ്റോറൻറ്റിലും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം വരണം കേട്ടോ. നല്ല റിലാക്സ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ കച്ചവടം കൂടുതൽ കിട്ടും. എന്നാലും കണ്ണ് തള്ളിപ്പോയിട്ടോ ഇജാതി ആൾക്കാരെ കണ്ടിട്ട് ഇവിടെ ഈ കൊറോണ കാലത്ത്. കണ്ടോ ഇവരുടെ പട്ടി സ്നേഹം കണ്ടോ. ഇവർക്ക് പട്ടികളെ ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടം കേട്ടോ. എങ്ങനെയുണ്ട് വാവ് 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 വാവ്. ഇത് ഒരാൾ ഇങ്ങോട്ടേക്ക് ഓടി,
ഒന്ന് അവരുടെ കയ്യിലുണ്ട്. ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പേടിയെ മാറി, കാരണം എൻ്റെ അടുത്തേ വരത്തില്ല. റിപ്പീറ്റ് പട്ടികളുടെ കഥ പറഞ്ഞു. പട്ടികള് ഇവിടുത്തെ പട്ടികൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അവരുടെ ഓണേഴ്സിന്റെ കൂടെ നടക്കത്തുള്ളൂ, നമ്മളുടെ അടുത്തേക്ക് വരത്തില്ല, നമ്മളെ ഒന്ന് മണക്കാൻ പോലും അവർ വരത്തില്ല. ഇല്ല, കടിക്കാനും വരത്തില്ല, നമ്മുടെ അടുത്തേക്കേ വരത്തില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അവരുടെ ഓണേഴ്സിന്റെ കൂടെയാണ് നടക്കുന്നത്. ശരിക്കും അവർ എവിടെ നടക്കുന്നു അവിടെ തന്നെ നടക്കുന്നു. അവർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോത്തൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടൊക്കെ പോണേ. നിങ്ങൾ ഈ വരുന്ന ആണിനെയും പെണ്ണിനൊക്കെ ശ്രദ്ധിച്ചോ, ഇവരുടെയൊക്കെ കാലുകളെ കുറച്ച് നീളം കൂടുതലായിരിക്കും. കാല് നല്ല നീളം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ മൂക്കും. ശരിക്കും ഇതാണ് ഇവരുടെ ക്യൂട്ടാക്കുന്നത് കേട്ടോ. നല്ല നീളമുള്ള കാലും നല്ല ജീൻസൊക്കെ ഇടുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. ഈ ബിൽഡിങ്സ് ഉണ്ട്, ഇതൊക്കെ പഴയ ബിൽഡിങ്സ് ആണ്, ഇവിടെ നിന്ന് പുതിയൊന്നുമില്ല. 100 വർഷം പഴക്കമുള്ള, 100 മേലെ വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഷോപ്പിൽ കയറുമ്പോൾ ഓരോരോ മ്യൂസിക്സ് ആണ്. മൾട്ടിപ്പിൾ മ്യൂസിക്സ് കേട്ട് നല്ല തണുപ്പത്ത് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാൻ നല്ല രസമാണ്. ഈ വെള്ളം വേണം നമുക്ക് കുടിക്കാം, നല്ല പ്യൂറാണ്. നമ്മുടെ ഹോട്ടലിലേക്കോട്ട് ആ ചേച്ചി പറഞ്ഞത് നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇല്ല, വാഷ് ബേസിലൊക്കെ വെള്ളമില്ല, ആ വെള്ളം കുടിക്കാമെന്ന് കേട്ടോ പറഞ്ഞത്. ഉണ്ടോ, നമുക്ക് കുടിക്കാം ഈ വെള്ളം. പിക്ചർ കാണാൻ തോന്നുന്നു, കാരണം അവിടെ ക്ലാവ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വല്ല ക്ലിയർ ഒന്നുമില്ല താഴയിൽ കാണുമ്പോൾ. വരുന്നവളെ നമുക്കെടുത്ത് കുടിക്കാൻ പറ്റുള്ളൂ. ഇത് നിർമ്മിച്ചത് 1987. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ചിത്രം കേരളത്തിലെ ഒരുപറ്റ യുവാക്കൾക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ചിത്രമാണ്. അഫ്കോഴ്സ് ദേ നമ്മുടെ സ്വന്തം നമ്മുടെ ചെഗുവേര. കേരളത്തിലെ ഒരുപാട് യുവാക്കൾക്ക് ഇത് കാണുമ്പോൾ ചോര തിളച്ച് രോമാഞ്ചം ആവുന്നുണ്ടാവും. അപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ ഒരുപറ്റ യുവാക്കളുടെ നേതാവായ ചെഗുവേരയുടെ പടമാണ് ഇവിടെ വരയ്ക്കുന്നത്. കൈനെ കൊണ്ട് വരയ്ക്കുന്നത് കേട്ടോ. ഇതൊക്കെ മൂപ്പര് കൈനെ കൊണ്ട് വരയ്ക്കുന്നതാണ്. ഈ വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് ചെയ്തത് കേട്ടോ. ഇത് ഉപയോഗിച്ചാണ് ഈ പെയിൻറ്റിങ്സൊക്കെ വരയ്ക്കുന്നത്. എങ്ങനെയുണ്ട് നാട്ടിൽ ഡ്രോയിങ്ങിന് അവർക്ക് മനസ്സിലാവും. ഈ ക്യാൻ ഉപയോഗിച്ച് ഇത്രയും വൃത്തിയുള്ളൊരു പെയിന്റ് വരക്കുമെന്ന് പറയുമ്പോൾ അത് ചില്ലറക്കായിരുന്നില്ല കേട്ടോ. കേരള യുവജനതയുടെ മച്ചാൻ. എന്നെ ഞാൻ പറഞ്ഞത് കേരള യുവജനതയുടെ മച്ചാൻ. ടോട്ടലി എങ്ങനെയുണ്ട് സംഭവം? കളർഫുൾ അല്ലേ പെയിൻറ്റിങ്സ്? നമുക്കിത് വാങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഡിസൈൻസ് ഉണ്ടെങ്കിൽ വരച്ചു തരും. ഈ പേപ്പറുണ്ട്, ഇതിൽ വെച്ചിട്ടാണ് മൂപ്പര് വരക്കുന്നത്. നമ്മളിവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് ഇതിൽ വരച്ചു തരും കേട്ടോ. ഡിസൈൻസ് ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇതൊക്കെ സ്ട്രീറ്റിലാണ് ഇതൊക്കെ ഇറങ്ങിയിരുന്നത്. പിന്നെ ശരിക്കും ഞാൻ കണ്ടെത്തിയ ട്രിക്കാണ്, ഇവിടുത്തെ സെർബിയൻ ഗേൾസിന് പട്ടികൾ ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്കൊരു സെർബിയൻ പെണ്ണിനെ വളർക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പട്ടീനെ വാങ്ങിയിട്ട് ഗിഫ്റ്റ് കൊടുത്താൽ മതി. കാരണം ആ ഒരു വയസ്സകാക്കേൻ്റെ പട്ടികൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇവിടുത്തെ ഗേൾസ് കേട്ടോ. ഒരു പട്ടീനെ വാങ്ങിയിട്ട് ഒരു പെണ്ണിനെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളയും പ്രതീക്ഷ. ഫ്ലാറ്റ്. ഓക്കെ, ഇതൊന്ന് സംഭവം അറിയാമോ? 27 മാസം 26 കൺട്രി 200 സിറ്റി. ഇത് ഇവർ 2 പേര് വേൾഡ് ടൂറിന് പോയതാണ്. പക്ഷെ ഇവർ അതിൻ്റെ പൈസ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ബ്രോ, ഹൗ ആർ യു? Which country you are from? Istanbul. Turkey. Wow, good. So you are alone? No, me and I have a friend. You have a friend here. Wow, good. We are from India. India? Yeah. Nice. I want to see this country so much. You can, but not now. You can come later. Yeah, it's COVID issues. Because I know the food they are amazing and all the culture. I want to go there after Corona. I hope. You can come. Sure. തുർക്കിക്കാരനാണ് മൂപ്പർ. ഈ റബ്ബർ ബാൻഡ് ഉണ്ടാവും, ബാൻഡൊക്കെ വിട്ടിട്ട് പൈസ ആക്കിയിട്ട് ഈ പൈസനെ കൊണ്ടാണ് മൂപ്പർ ട്രാവൽ ചെയ്ത് പല രാജ്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ആൾക്കാരെ കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തുണ്ട് ഈ ബാൻഡുണ്ട്. ബാൻഡ് വിട്ടിട്ട് ഈ വാക്ക്മാൻ മൂപ്പരുടെ ഇൻസ്റ്റഗ്രാം. അപ്പം അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ട്രാവൽ ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ, ഹാവ് എ ലവ്ലി ഡേ. താങ്ക് യു. അത് എന്താ പറയുക, നല്ല ഓപ്ഷൻ കേട്ടോ അവർക്കിത്. കാരണം അവർ പൈസ ഒന്നും ആരോടും ചോദിക്കുകയും പിടിക്കുകയും ചെയ്യുന്നില്ല. ആകെ അവർ ചെയ്യുന്നത് ബാൻഡ് വിൽക്കുന്നത്. ബാൻഡ് വിറ്റ് പൈസ ആക്കിയിട്ട് ട്രാവൽ ചെയ്യുന്നത്. നല്ല പരിപാടിയല്ലേ. ഓരോ രാജ്യങ്ങളും പോവുക, റബ്ബർ ബാൻഡ് അവർ ഡിസൈൻ ഉണ്ടാക്കും, അവരത് വിൽക്കുന്നു, അതിന് പൈസ ആക്കുന്നു, പോകുന്നു. ശരിക്കും ഇപ്പോൾ സെർബിയയിൽ മൂപ്പർ കറക്റ്റ് ലോക്ക് ആയിട്ടില്ല. ഇവിടുന്ന് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ഇതാണല്ലോ ഇപ്പോൾ സേഫസ്റ്റ് കൺട്രി നിലവിൽ കോവിഡിൻ്റെ കാര്യത്തിൽ. ഇതേ പട്ടി മുള്ളു കണ്ടിട്ടുണ്ടോ? അത് നല്ല വോഡാഫോൺ പട്ടി. ഈ ഒരു തെരുവ് വിളക്കാണ് നമ്മളെ ഒരു എന്താ പറയുക പണ്ടത്തെ ആ ഒരു ഡിസൈനിൽ. വാവ്, സൂപ്പർ. അവരില്ലോണ്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് നമുക്ക്.
കോട്ട കോട്ട. ആ കോട്ട. കലമഗ്ദൻ എന്നാണ് എൻ്റെ പേര്. പേരൊന്നും കൂടെ പറഞ്ഞേ. കലമഗ്ദൻ. എന്ത് പേരായത്? കലന്തെന്നെല്ലാം കിട്ടുന്നു. എഴുതി പഠിച്ചതാ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഫോർട്രസിന്റെ താഴേന്ന് നിങ്ങൾക്ക് ഡാന്യൂബ് റിവർ കാണാൻ പറ്റും. സാവാ റിവർ. ഒരു ദിവസം വരല്ലേ? നാളെ വരണം. ഐ മീൻ ഡേ ടൈമിൽ വരുന്ന നല്ല ആൾക്കാരെയും കാണാം. സൺഡേ ഓക്കെ ഓക്കെ നല്ല രസം കാണാം. ചിരിയും കൊള്ളാം, ബാക്കിൽ കൊള്ളാം. നല്ല ചിരിയും കിട്ടി, നല്ലൊരു ബാക്കിൽ ഇതും കിട്ടി. നമ്മളത് പ്ലാൻ ബി ഇട്ടോ. ഇത്രയും നല്ല മനോഹരമായ ചിരി ഉണ്ടാകുമ്പോൾ നമ്മൾ പുറകെ പോകണമെന്ന് ശരിയില്ലല്ലോ. അപ്പം നമ്മളിത് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എടാ ചിലത് ചില സ്ഥലത്ത് മാത്രം കിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിക്കണം. എന്താ ഇത് എല്ലാം ആസ്വദിക്കണം. ഇവിടെ മാസ്ക് ഇല്ലാണ്ട് എല്ലാവരും ആസ്വദിക്കാൻ പറ്റും. നാട്ടിൽ 2 കണ്ണ് മാത്രമേ ഉള്ളൂ, മുഖമൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മളെ വിളിച്ചിട്ടാണ് എത്തുന്നത്. പൈസ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഇതൊരു സ്ട്രീറ്റ് ബുക്ക് സ്റ്റാളാണ്. ഇവിടെ കാണാം ഒരുപാട് ബുക്സുകൾ ഇവിടെ. നമ്മളെ ബ്രൂസ്ലീൻ്റെ ബുക്സൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ കോമിക്സ് ബുക്സ് ഉണ്ടോ? ബാലഭൂമി, കളിക്കുടുക്ക എല്ലാം ഉണ്ട്. താങ്ക് യു. ഇവിടെ ആരുമില്ല. ഇത് നമുക്ക് സ്വന്തം. ഷബീറ, കള്ളന്മാരുണ്ടാവും, കൊള്ളക്കാരനാവും. പക്ഷെ ഒന്നും ഇല്ല, നമ്മളെ അടുത്ത് ആരും വരില്ല. ഇവിടെ കാണാൻ ഒരു ലുക്കില്ലാത്ത നമ്മളെ ഇവിടെ അടിച്ചു മാറ്റൂലെന്ന് അറിയുന്നില്ല. ഇതൊക്കെ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് ബുക്ക് സ്ട്രീറ്റ് കേട്ടോ. മുതലാളി, എൻ്റെ മുതലാളി നടന്ന് തളർന്ന് ഇരിക്കുന്നുണ്ട്. സംഭവം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ പോർക്കാണ് ഇവിടുത്തെ മെയിൻ നോൺ വെജ് ഫുഡ്. അപ്പം നമുക്ക് ചിക്കൻ വളരെ കുറവാണ്. അപ്പോൾ ഈ അടുത്ത് കുറച്ചൊരു വേറൊരു ബോസ്റ്റിയൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഫുഡ് കിട്ടാറുണ്ട്. അവിടെ അവർ ബീഫാണ്. കാരണം അവർ മുസ്ലിംസ് കൾച്ചർ അവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ഫുഡ് ബീഫാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർക്കറിയാം, ഞങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ കണ്ടൊരു സാധനം, അത് ഇവിടെ ചൂട് തണുപ്പായതുകൊണ്ട് ചൂട് തരുന്ന ഹീറ്റർ ഉണ്ടാകും. വെളിച്ചം കിട്ടും, അതുപോലെ തന്നെ ചൂടും കിട്ടും. പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. സോ ഹാപ്പി. ഫുഡ് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കുബൂസൊക്കെ പോലത്തെ ഒരു ബ്രെഡാണ്. വാവ്, അടിപൊളി, നല്ല മണമൊക്കെയാണ്. വിശക്കുന്നതിന് മുമ്പ് ദൈവം പോലും അപ്പായിട്ടിൽ വരുന്നല്ലേ. ഈ കിടക്കുന്നത് മക്കളെ നമ്മുടെ സ്വന്തം ബീഫ് ചെവാപ്പി. അതാണ് സാധനം. ചെവാപ്പി മോനാണ് കഴിക്കാൻ പോകുന്നത്. ബീഫാട്ടോ. ഇത് ദോശയുടെ ഒരു ബീഫിനെ മണടിച്ചിട്ട് അന്ന് ബീഫും പൊറോട്ടയും കഴിച്ചാൽ കിട്ടും കേട്ടോ. നല്ല ബീഫാണ്. സോസേജ് പോലെയാണ്. കബാബാണ്. അടിപൊളി കേട്ടോ. തീരില്ല, വെറുതെ പറ്റിക്കാണ് പറഞ്ഞില്ല. അതുപോലെ ഇത് ചീസല്ല. അല്ല, ഇത് ഷ്രോപ്സ്ക എന്ന് പറയുന്ന ഒരു സാലഡാണ്. അത് ചീസാ. അതിന്റെ അടിയിൽ ക്യൂക്കമ്പർ, ക്യാരറ്റ്, ഓണിയൻ. ഇത് ചീസാട്ടോ മൊത്തം. അതിനുള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ. ഇത് തക്കാളിയാണ്. തക്കാളിയും ചീസും കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ എടുത്തിട്ട് ക്യൂക്കമ്പറും. അടിപൊളി. പിന്നെ ഇത് കൈമക്, സോറി, ഇത് ഐവർ. ഐവർ എന്ന് പറയുന്നത് ചുമന്ന മുളകില്ലേ, മുളകല്ല, ക്യാപ്സിക്കം ഇല്ലേ, അത് ചുട്ടിട്ട് അവരൊരു ചട്നി പോലെ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഇത് കൈമക്ക് എന്ന് പറയും. ഇത് ചെറിയ പശുവിൻ്റെ പാലിൻ്റെ ചീസാണ്. ഇത് എരിവൊന്നുമില്ല, മധുരമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തക്കാളി ചട്നി ഇല്ല, തക്കാളി ചട്നീൻ്റെ ആ ഒരു ലെവലാട്ടോ. മോനെ ഇവിടെ എന്ത് സാധനം ഇവിടെ എന്ന് പറഞ്ഞാൽ അത് കൈമക്. അത് ചെറിയ പശുവിൻ്റെ പാലിൻ്റെ ചീസാണ്. ചെറിയ പശുവിൻ്റെ പാലിൻ്റെ, ചെറിയ പശുവിൻ്റെ എന്താ പറയുന്നത്, അല്ല, യങ് കൗ എന്ന് പറയുമോ, യങ് കൗവിൻ്റെ ചീസ്.
തല ആട്ടിയത് മതി. ഇരിക്കട്ടെ. ഇതുണ്ടോ ചെറുനാരങ്ങ വെള്ളം കേട്ടോ. ഇത് ഉപ്പൊന്നും ഉണ്ടാവില്ല, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അറിയാം. വെള്ളം കുറച്ചേ ഉണ്ടാവും. ഞാനതിൽ ഇവിടുന്ന് ഉപ്പെടുത്തിട്ടു. രണ്ടാമത്തെ ക്ലാസ് കേട്ടോ ഇത് കഴിച്ചൊന്നും കുടിക്കുന്ന സൂപ്പർ ടേസ്റ്റാണ് മക്കളെ. ഒന്നും പറയല്ല. ശരിക്കും പറഞ്ഞാലേ ഭക്ഷണത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ സെർബിയയിലേക്ക് വരണം കേട്ടോ. ചോറിൻ്റെ ഒക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ ദുബായിൽ എന്തെല്ലാം ആയിരുന്നു മോനെ. ബുർജ് ഖലീഫിന്റെ 132 നിലയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് പേടക്കുത്തിട്ടാണ് കഴിക്കുന്നത്. സെർബിയ. അപ്പോൾ ശിബിര വേറെ പോലെ കഴിക്കുന്നേ വാ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുറച്ചും കൂടി ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പാർസൽ എടുക്കും. കാരണം വിശപ്പ് എന്നുള്ളത് ഇവിടെ ഒരു വലിയൊരു സംഭവം കേട്ടോ. അപ്പോൾ സെർബിയയിലേക്ക് വരുന്നവരോട് ഏറ്റവും വലിയ ടിപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും അവിടുന്ന് ദുബായിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്തിട്ട് വന്നു. ഇവിടുന്ന് അധികം ഹോട്ടൽസിലൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ പുറത്തിറങ്ങി കണ്ടല്ലോ. ഇവിടെ എങ്ങനെയാണ് പല രാജ്യങ്ങളിലും കോവിഡ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇവിടെ കോവിഡിലൊരു മണ്ണാങ്കട്ടില്ല. ആൾക്കാർക്ക് വരാം, ഫുഡ് കഴിക്കാം, പോകാം, എൻജോയ് ചെയ്യാം. ഈവൻ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വരെ നമുക്ക് ഇവിടെ കോവിഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായോ? അപ്പം ഒരുപാട് നന്ദി. നന്ദി പറഞ്ഞതിനറിയോ, നാളെയും മറ്റന്നാളും പിറ്റന്നാളും ഞങ്ങൾ ചോറും വെച്ചിരുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് ലോക്കാക്കി അയ്യോ കയ്യില. നാളെ കഞ്ഞി മതി. ഒരു ചെമ്പിന് നിറച്ച് കഞ്ഞി ആക്കിയിട്ട് ഒരു ചെറിയൊരു ഡെപ്പിയിൽ കടുമാങ്ങിട്ട് തന്നെ ഞങ്ങൾ 3 നേരത്തെ കുടിച്ചു. മതി, ആയിക്കോട്ടെ. അപ്പം അതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മളെന്തായാലും തുടർന്ന് വീഡിയോസിൽ വരും കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ശരിക്കും ടൗൺ ഏരിയ തന്നെയാണ്. പുറത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഓൾമോസ്റ്റ് 5 ദിവസം കൂടിയും 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൽ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. പിന്നെ വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അറിയാലോ, ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഏകദേശം 8000 രൂപ വില വരുന്ന ഒരു ടാബ് ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിലുള്ള അവർ ഷോപ്പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇതിൻ്റെ കൂപ്പൺ കോഡ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ഒന്നും കൂടി റീഫ്രഷ് ചെയ്തിട്ട് പുതിയ കൂപ്പൺ കോഡ് ഇതിനകത്ത് കമൻറ്റിൽ ഇടുക. ഓക്കെ, കഴിഞ്ഞ വീഡിയോയുടെ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഇൻസ്റ്റ സ്റ്റാറ്റസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല സെർബിയൻ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. പിന്നെ നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത്. കാരണം ഹോട്ടലിൽ ഫുഡ് കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ജസീലിൻ്റെ മൊബൈലിൽ കള്ളൻ അടിച്ചുവാരി കൊണ്ടുപോയി. പക്ഷേങ്കിൽ അടിച്ചുവാരി കൊണ്ടുപോയി, കള്ളത്തിലല്ല അടിച്ചുവാരി കൊണ്ടുപോയി. ഞങ്ങൾ അവനെ ക്യാമറയിൽ നോക്കി പിടിച്ചിട്ട് ഓടിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സാധനം വാങ്ങി. മലയാളികളോട് ഇവന്റെ കളി സിനിമ സ്റ്റൈൽ. നാളത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഒരാൾ മിസ് ചെയ്യണ്ട. മോനെ ഓടിച്ചിട്ടിട്ട് ഞങ്ങൾ പിടിച്ചു, വീട്ടിൽ പോയി പിടിച്ചിട്ട് മൊബൈൽ ഞങ്ങൾ തിരിച്ചു വാങ്ങി. നാളെ മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.